friends and viewers, Namaskaram, good morning to you all. Geo Kitchen Tour Wives എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഒരു ലസ്സിയാണ്. ഒരു ലസ്സി നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു, പഞ്ചസാരയും തൈരും ഒക്കെ ഉപയോഗിച്ച്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അവക്കാഡോ ആണ്. അവക്കാഡോ ലസ്സിയാണ്. ഈ അവക്കാഡോ ഇപ്പോൾ സീസൺ ആയതേ ഉള്ളൂ. ഇതിനു മുമ്പ് കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. ഇപ്പോൾ സീസണായി തുടങ്ങി, എല്ലായിടത്തും കിട്ടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത് ഹൈ റേഞ്ചിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാകുന്നതാണ്, ഓരോ പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് തൈര് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ പുതിനയുണ്ട്, മല്ലിയിലയുണ്ട്, പിന്നെ മുന്തിരിയുണ്ട്. പിന്നെ നമ്മുടെ അവക്കാഡോ ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് കുക്കുമ്പർ, ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് കുക്കുമ്പറാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചസാര ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് അവക്കാഡോ ഒന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ തിരിക്കുക. തിരിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ ഇത് മാറ്റണം. ഇത് മാറ്റിയിട്ട് പൾപ്പ് നമ്മൾ പുറത്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തെ പൾപ്പ് ഇതേമാതിരി ഇളക്കിയെടുക്കണം. നമുക്ക് ഈ അവക്കാഡോ ഒക്കെ മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇംഗ്ലീഷ് ക്യൂക്കുംബർ എടുത്തു. ഇതൊരു 2 അറ്റം ഒന്ന് വെട്ടുക. ഇതിൻ്റെ തൊലി ചെത്തേണ്ട ആവശ്യമില്ല, ഇതോടുകൂടി ഇട്ടാൽ മതി. നമ്മൾ സാലഡിന് ചേർത്ത മാതിരി മുറിക്കുക. ഇപ്പോൾ നമ്മളെ ഐറ്റങ്ങളൊക്കെ ചേർത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ആദ്യം ഞാൻ മുന്തിരിങ്ങ ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് കുക്കുംബർ ചേർക്കാം. ഇത് ഇംഗ്ലീഷ് ക്യൂക്കമ്പറാണ്. ഇനി നമുക്ക് അവക്കാഡോ ചേർക്കാം. അവക്കാഡോ പൾപ്പ് എന്നാണ് പറയുക ഇതിനെ. നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ച് നോക്കാം. അതിനുശേഷം മറ്റ് ഐറ്റങ്ങളൊക്കെ ചേർക്കാം. നമുക്ക് മറ്റുള്ള ഐറ്റങ്ങൾ ചേർക്കാം. പുതിന, മല്ലിയില, ഇനി നമ്മൾ തൈരാണ് ചേർക്കേണ്ടത്. മിക്സി ജാറിൽ നമ്മൾ പുതിന, മല്ലിയില, തൈര് ചേർത്തു. 1 കപ്പ് തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പഞ്ചസാര ചേർക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ നോക്കിയപ്പോൾ പഞ്ചസാര ചേർക്കേണ്ടി വരും, മധുരം കുറവാണ്. നമുക്കൊരു പഞ്ചസാര ചേർക്കാം. ആദ്യം നോക്കാം, ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നോക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാം. നമ്മുടെ യോഗട്ട് തൈരും പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത മിശ്രം 2 തവണയായിട്ട് ഞാൻ അരച്ചത്. കാരണം ഈ ബൗളിൽ ഒന്നിച്ച് ചേരാത്ത കാരണമാണ് അങ്ങനെ ചേർത്തത്. അത് ഞാനിത് ചേർത്തു. ഇനി നമ്മുടെ അവക്കാഡോ മിക്സർ ചേർക്കണം.
നമ്മുടെ കൺസിസ്റ്റൻസി കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഒരല്പം നമ്മളൊരു 4 പീസ് ഐസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അതും വെച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. വലിയ ബ്ലെൻഡർ ജാറായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് അടിക്കാമായിരുന്നു. വലിയ ബ്ലെൻഡർ ജാർ എടുത്തില്ല, അതുകൊണ്ടാണ്. നമ്മൾ ഐസും വെള്ളമൊക്കെ ചേർത്തു. ഞാൻ പറഞ്ഞല്ലോ വലിയ ജാറായിരുന്നെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചേർത്തേനെ. അതുകൊണ്ട് ഞാൻ ഈ വിസ്കർ കൊണ്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്, നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ്. ഈ കളറ് അവക്കാഡോയുടെ പച്ച നിറമുണ്ട്, അതുപോലെ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്, പുതിന, അതിൻ്റെ പച്ച നിറമുണ്ട്, പിന്നെ ക്യുക്കമ്പറിൻ്റെയും പച്ച നിറമുണ്ട്. എല്ലാം കൂടെ ഒരു ഗ്രീൻ കളറാണ് ഇതിനുള്ളത്. അങ്ങനെ നമ്മുടെ അവക്കാഡോ ലസ്സി ആയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തതിൽ ഒരു അര ഗ്ലാസ് കൂടെ മിച്ചമുണ്ട്. ഈ ഗ്ലാസ്സിൽ മാത്രം കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോൾ പഞ്ചസാര മധുരം അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യുക. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് 4 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അതുപോലെ തന്നെ കൂടുതലാണ് വരുന്നതെങ്കിൽ 2-3 സ്പൂൺ ചേർത്തതിന് ശേഷം നിർത്താം. അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു ലസ്സിയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ, നമ്മുടെ ഹൈ റേഞ്ചിലൊക്കെ ഇഷ്ടംപോലെ അവക്കാഡോ കിട്ടുന്നതാണ്. ഇത് വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ഇത് അറിയില്ല, ഇത് എന്താ ചെയ്യേണ്ടതെന്ന്. അവക്കാഡോ പല ഇതുകൊണ്ട് കറികൾ വരെ ഉണ്ടാക്കുന്ന റെസിപ്പികളുണ്ട്. നമുക്കിവിടെ അധികം അവക്കാഡോ കിട്ടാത്ത കാരണം നമുക്ക് ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഏതായാലും ഇത് കിട്ടുന്നവർ ഹൈ റേഞ്ചിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കുക, കഴിച്ചു നോക്കുക. അപ്പോൾ ഏതായാലും ഇത് ഇവിടെ തീരുകയാണ്. നമ്മുടെ അടുത്ത റെസിപ്പി ഒരു പപ്പടക്കറിയാണ്. ഇത് വളരെ സിമ്പിളാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമായ സംഗതിയാണ്. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് പപ്പടമാണ്. പപ്പടം ഇതുമാതിരി കത്രിക കൊണ്ട് കട്ട് ചെയ്ത് വെക്കുക. കുറച്ച് പപ്പടം, പിന്നെ ചെറിയ ഉള്ളിയുണ്ട്, കുറച്ച് തേങ്ങയുണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇതിന് വേണ്ടു. തേങ്ങ ഇതൊക്കെ നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പപ്പടം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പപ്പടം ഇട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ പപ്പടം ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് വാങ്ങാം. ഇപ്പം നമ്മുടെ പപ്പടം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഇട്ടു. ചെറിയ ഉള്ളിയാണ്. തേങ്ങ ചേർക്കുന്നുണ്ട്, ഒരു 1/2 കപ്പ് തേങ്ങ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി. ഇനി മുളക് പൊടി, കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, ചൂടാവുന്നുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കല്പം കടുകിടാം. കടുക് പൊട്ടട്ടെ.
കറിവേപ്പില ഇടാം. ഇത്ര സാധനം ഉള്ളൂ ഇതിൽ ചേർക്കാൻ. ഇനി നമുക്ക് ഈ അരപ്പ് ചേർക്കാം ഇതിലേക്ക്. നേരത്തെ ഒരിക്കൽ നമ്മൾ കടച്ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിരുന്നല്ലോ, അതേപോലെ തന്നെ ഫ്രൈ ചെയ്യണം. ഇത് എണ്ണ തെളിയുന്നത് വരെ ഫ്രൈ ചെയ്യണം. കുറച്ച് താമസം എടുക്കും. വെയിറ്റ് ചെയ്യുക. സ്റ്റൗ സിമ്മറാക്കിയിട്ടുണ്ട്. നമ്മുടെ മസാല എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ എണ്ണ തെളിയുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകതരം ടേസ്റ്റ് വരിക, ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന മാതിരി. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണം. അതാണ് ഇനി അടുത്ത നടപടി. ഭ്രാന്തം പണിയാണ്. വെള്ളം വറ്റിക്കുക, വറ്റിച്ച് കഴിയുമ്പോൾ പിന്നെയും വെള്ളം ഒഴിക്കുക. പക്ഷേ അതാണ് ഇതിൻ്റെ രീതി. ഉപ്പ് ചേർക്കണം. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം. അല്പം കൂടെ ഉപ്പ് ചേരാനുണ്ട്. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സിമ്മറാക്കുക. എന്നിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിനകത്തിടുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കുക്കിംഗ്. ഒരു തിള വരുമ്പോഴത്തേനും നമുക്ക് വാങ്ങാം. ഇനി വേറെ ഒരു ഗരം മസാലയോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഫൈനലായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഉപ്പ്, കാരണം ഈ പപ്പടത്തിന് ഉപ്പ് ഉള്ളത് കാരണം ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഇത് കറക്റ്റാണ്. അല്പം ഉപ്പ് കൂടിയിട്ടുണ്ട്. പപ്പടത്തിൻ്റെ ഉപ്പാണ് കൂടിയത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കണം. നമ്മുടെ പപ്പടക്കറി റെഡിയായി കഴിഞ്ഞു. കറി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് റെഡിയായി കഴിഞ്ഞൊന്ന് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ എത്ര ഈസി ആയിട്ടുള്ള, അതായത് കുറച്ച് പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കുന്നതിനിടയിൽ ഈ കറിയാക്കിയിടുക. കുറച്ച് തേങ്ങയും വേണം, ചെറിയ ഉള്ളിയും വേണം, അരയ്ക്കുക, കറിയാക്കുക, കറിവേപ്പില ഇതിടുക, പപ്പടം വറുത്തിടുക. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു കറിയാക്കി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി, വളരെ ടേസ്റ്റിയാണ് ഈ കറി. വിചാരിക്കുന്ന പോലെയല്ല, നല്ല രസമുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ റെസിപ്പി ഇതോടുകൂടി തീരുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 പരിപാടി ഇന്ന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പേസ് അനുവദിക്കുകയാണെങ്കിൽ ഈ 2 പരിപാടി ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് ചേർത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുകൂടി ഇന്നത്തെ ഈ പരിപാടി ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിട പറയട്ടെ. വിട പറയുന്നതിന് മുമ്പ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ നോക്കിയിട്ട് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ലസ്സിയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ലസ്സി, അവക്കാഡോ ലസ്സി നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. പ്രത്യേകിച്ച് ആ ലസ്സി ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. സാധാരണ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ലസ്സിയല്ല. ഇത് വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. നല്ല വിലയുള്ള സാധനമാണ്. പുറത്ത് കടയിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ നല്ല വിലയുള്ള സാധനമാണ്. ഹൈറേഞ്ചുകാർക്ക് വെറുതെ കളയുകയാണ്. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾ ഇവിടെ വാങ്ങുകയാണ്. ഇന്നത്തെ റെസിപ്പി ഇവിടെ തീരുകയാണ്. അപ്പോൾ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.